നിങ്ങൾക്ക് ഇപ്പോൾ വന്നത് ജലദോഷമാണോ അതോ ഫ്ലൂ ജലദോഷ പനിയാണോ എങ്ങനെ സ്വയം തിരിച്ചറിയാമെന്ന് പറഞ്ഞു തരാം. കാരണം ജലദോഷമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല. എന്നാൽ ജലദോഷ പനി ഫ്ലൂ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആദ്യം ചെറിയ മൂക്കടപ്പ് പോലെ തുടങ്ങി ഗ്രാജുവലി മൂക്കൊലിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നെങ്കിൽ ഇത് വെറും ജലദോഷമായിരിക്കും. എന്നാൽ ജലദോഷ പനി ഫ്ലൂ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുടങ്ങുകയും റാപ്പിഡായിട്ട് കൂടുകയും ചെയ്യുന്ന തരത്തിലുള്ള ജലദോഷമായിരിക്കും കൂടുതൽ കാണുക. ദേഹം വേദന സാധാരണ വെറും ജലദോഷത്തിന് കാണാറില്ല. എന്നാൽ ജലദോഷ പനിക്ക് ഫ്ലൂവിന് നല്ല ദേഹം വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. തലവേദന ഫ്ലൂവിന് കണ്ടുവന്ന് വരാം, സാധാരണ ജലദോഷത്തിന് ഉണ്ടാവാറില്ല. തൊണ്ടവേദന, തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരപ്പ് പോലുള്ള തോന്നൽ വെറും ജലദോഷപ്പനിക്കും. നല്ല ശക്തമായ തൊണ്ടവേദനയും പനിയും ഉണ്ടെങ്കിൽ അത് ഫ്ലൂവിനുമാണ് കാണുന്നത്. ഫ്ലൂവിന് നല്ല തരത്തിലുള്ള ഒരു പനി 2-3 ദിവസം കണ്ടുവന്ന് വരാം. പലപ്പോഴും കുളിര് ഫ്ലൂവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. എന്നാൽ വെറും ജലദോഷത്തിന് നമുക്ക് കുളിരൊന്നും അനുഭവപ്പെടില്ല. വെറും ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മൂക്കൊക്കെ തുടച്ച് ജോലി ചെയ്യാൻ സാധിക്കും, വലിയ ക്ഷീണം അനുഭവപ്പെടത്തില്ല. എന്നാൽ ഫ്ലൂവിന് കടുത്ത ക്ഷീണം, നമുക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല, കിടക്കണം എന്നൊരു തോന്നൽ വരും. വെറും ജലദോഷത്തിന് ചെറിയ ചുമ വന്നാലായി തൊണ്ട കുത്തുന്ന പോലെ ഇടയ്ക്ക് ചുമ വരാം. എന്നാൽ ഫ്ലൂവിനാണെന്നുണ്ടെങ്കിലോ 2-ാം ദിവസം മുതൽ തൊണ്ട കുത്തി ചുമ ക്രമേണ കഫക്കെട്ടിലേക്കും നല്ല കഫം ഇളകിയ ചുമയിലേക്കും എല്ലാം പോവും. ഏകദേശം 2 ആഴ്ചയാവും അത് മാറാനായിട്ട്. ജലദോഷത്തിന് നമുക്ക് അത്യാവശ്യം ശ്വാസകോശത്തിനൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ല. ചെറുതായിട്ട് വന്ന്, അതായത് ചികിത്സിച്ചാൽ 1 ആഴ്ച, ചികിത്സിച്ചില്ലെങ്കിൽ 7 ദിവസം എന്ന് പറയുന്നത് വെറും ജലദോഷം. എന്നാൽ ഫ്ലൂവിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ന്യൂമോണിയ വരയ്ക്കും കൊണ്ടെത്തിക്കാൻ കാരണമാകും. ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്ക് ഷെയർ